നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ദേ ഇങ്ങെത്തി, നാളെ തുടങ്ങുകയാണ് വേൾഡ് കപ്പ്. അപ്പൊ നമുക്ക് ഈ കുറച്ച് എന്താ പറയാ അവസാനം കഴിഞ്ഞ കുറച്ച് ലോകകപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ സ്ട്രൈക്കേഴ്സ്, ആ താരങ്ങളും നമുക്ക് പരിചയപ്പെടണ്ടേ, ഏത് ടീമിന്റെ ആണെന്നൊക്കെ നമുക്ക് നോക്കണ്ടേ. അപ്പൊ നമുക്ക് 2002 തൊട്ടുള്ള ലിസ്റ്റ് അങ്ങോട്ട് നോക്കാം. 2002 ബ്രസീലാണ് ലോകകപ്പ് നേടിയത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അന്നത്തെ ഗോൾഡൻ ബൂട്ട് വിന്നറും ഏറ്റവും ടോപ്പ് സ്കോറർ ആയത് ബ്രസീലിന്റെ തന്നെ സൂപ്പർ സ്ട്രൈക്കർ നമ്പർ 9 എന്താ പറയാ റൊണാൾഡോ നസാരിയോ ആണ്. ആ കാര്യം നമുക്കറിയാം. പിന്നെ 2006 ഞാൻ ആരെ നേടിയെന്ന് വെച്ചാൽ 2006 ക്ലോസ് ആണ്, ജർമ്മനിയിലെ ക്ലോസ് ആണ്, ജർമ്മൻ താരം ക്ലോസ് ആണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ആ വർഷത്തെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ താരം. ഇനി 2010 സ്പെയിൻ ലോകകപ്പ് അടിച്ച വർഷമാണ്. ആ വർഷം ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ജർമ്മനിയിലെ തോമസ് മുള്ളർ ആണ്. 2010 അപ്പൊ തോമസ് മുള്ളർ. അപ്പൊ അടുപ്പിച്ച് 2 ലോകകപ്പുകളിലെ ജർമ്മൻ താരങ്ങളാണ് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയെന്ന ഒരു പ്രത്യേകത കൂടി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി 2014 വരാണെങ്കിൽ അവിടെ ഒരു സർപ്രൈസ് താരമാണ്, കൊളംബിയയുടെ സൂപ്പർ താരം ഹാമിഷ് റോഡ്രിഗസ് ആണ്. ആ വർഷം ജർമ്മനി ലോകകപ്പ് അടിച്ച ആ വർഷം ടോപ്പ് സ്കോറർ ആയിരിക്കുന്നത് ഹാമിഷ് റോഡ്രിഗസ് ആണ്. ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ 2018 വരുമ്പോൾ നമുക്കറിയാം ഫ്രാൻസ് ലോകകപ്പ് അടിച്ച വർഷമാണ്. പക്ഷെ അന്നത്തെ ടോപ്പ് സ്കോറർ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരം ഹാരി കെയ്ൻ ആണ്. അത് നമ്മൾ പെട്ടെന്ന് നമ്മളെല്ലാം വിചാരിക്കാൻ എംബാപ്പയ്ക്കാണ്, പക്ഷെ അല്ല, ഹാരി കെയ്നാണ് ആ കൊല്ലം ഏറ്റവും അധികം ഗോളുകൾ നേടിയത്. ഇനി ഏറ്റവും അവസാന ലോകകപ്പ് കഴിഞ്ഞ 2022 ഖത്തർ ലോകകപ്പിൽ അർജന്റീന വിജയ ലോകകപ്പാണ്. അവിടെ ഏറ്റവും ടോപ്പ് സ്കോറർ ആയത് ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പയാണ്. അപ്പൊ നമുക്കിപ്പോ ഒന്നുകൂടി വായിക്കാം. 2002 റൊണാൾഡോ നസാരിയോ, 2006 ജർമ്മൻ താരം ക്ലോസ്, 2010 തോമസ് മുള്ളർ ജർമ്മനിയിലെ തന്നെ താരമാണ്, 2014 ആമിഷ് റോഡ്രിഗസ് കൊളംബിയൻ താരമാണ്, 2018 ഹാരി കെയ്ൻ ഇംഗ്ലണ്ട് താരമാണ്, 2022 കിലിയൻ എംബാപ്പെ ഫ്രഞ്ച് താരമാണ്. അപ്പോ എന്താ പറയാ, 2026 ആര് നേടും? നിങ്ങളുടെ പ്രവചനം ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയും, നമുക്ക് നോക്കാം അത് ശരിയാവൂലേ.